വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം. കർത്താവിൻ്റെ വലിയ കൃപയാൽ ഒരു ദിവസം കൂടി, ഒരു അവസരം കൂടി ദൈവവചനത്തിൽ നിന്നും ചില കാര്യങ്ങൾ പഠിക്കുവാനായിട്ടുള്ള അവസരം കർത്താവ് നമുക്ക് ഒരുക്കി തന്നല്ലോ. കർത്താവിനെ സ്തുതിക്കുന്നു. തിരുവചനം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ വിശുദ്ധന്മാരോടുള്ള ബന്ധത്തിൽ അവർക്ക് അവരുടെ പ്രത്യാശ വർദ്ധിക്കുക. പ്രത്യേകിച്ചും നമുക്കറിയാം, ബൈബിളിൽ നിത്യതയെക്കുറിച്ചുള്ള കാര്യങ്ങൾ വരെയും നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. ദൈവമക്കൾ ഇവിടുന്ന് എടുക്കപ്പെട്ട ശേഷം എന്താണ് ലോകത്ത് സംഭവിക്കാൻ പോകുന്നത്, ഇതിനെക്കുറിച്ചൊക്കെ നല്ല കൃത്യമായ ഒരു വിവരണം നമുക്ക് ബൈബിളിൽ കാണാൻ കഴിയും. അപ്പോൾ അങ്ങനെ നമ്മൾ വിശുദ്ധന്മാരെടുക്കപ്പെട്ട ശേഷം നമുക്കറിയാം, ഈ ഭൂമിയിൽ പിന്നെ ഉണ്ടാകുന്നത് 7 വർഷത്തെ മഹോദ്രവകാലമാണ്. ഈ മഹോദ്രവകാലത്തിൻ്റെ ആരംഭത്തിൽ തന്നെ കർത്താവ് തൻ്റെ ദൂതനെ അയച്ച് ഇസ്രയേൽ ഗോത്രങ്ങളിൽ നിന്നും 12 ഗോത്രങ്ങളിൽ നിന്നായിട്ട് 1,44,000 പേരെ വേർതിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. നമ്മൾ വെളിപ്പാട് 7-ാം അധ്യായം അതിൻ്റെ 2 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഞാനത് ഇപ്പോൾ പ്രത്യേകം എടുത്ത് വായിക്കുന്നില്ല. റെവലേഷൻ ചാപ്റ്റർ 7 വേഴ്സ് 2 to 8 ദോസേ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് വായിക്കാൻ കഴിയുന്നത് കാര്യം, ദൈവം 1,44,000 പേരെ മുദ്ര ചെയ്ത് വേർപെടുത്തുകയാണ്. നിങ്ങൾ ആ ഭാഗമൊക്കെ ഒന്ന് വായിക്കണം. അത്രയും ഭാഗം വായിച്ചിട്ട് നമ്മൾ സമയം കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് വായിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഈ മുദ്ര ചെയ്ത് വേർതിരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? അവർ മഹോദ്രവകാലത്ത് കാക്കപ്പെടുവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവരെ ഈ മഹോദ്രവത്തിൽ ക്രിസ്തു വിരോധി അവരെ ഉപദ്രവിക്കാൻ പാടില്ല. ആ ഉപദ്രവത്തിൽ നിന്നുള്ള രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് അവർക്ക് ഈ മുദ്ര ചെയ്യുന്നതെന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഞാനത് ആ വാക്യം ഞാൻ വായിക്കാം. വെളിപ്പാട് പുസ്തകം 9:4, റെവലേഷൻ 9:4. അവിടെ വായിക്കുന്നത്, നെറ്റിയിൽ ദൈവത്തിൻ്റെ മുദ്രയില്ലാത്ത മനുഷ്യർക്കല്ലാതെ ഭൂമിയിലെ പുല്ലിനും പച്ചയായ ഒന്നിനും യാതൊരു വൃക്ഷത്തിനും കേടുവരുത്തരുത് എന്ന് അതിന് കൽപ്പനയുണ്ടായി. അപ്പോൾ ഇവർക്ക് ഒരു ദ്രോഹവും ജീവനായിട്ട് കഴിയില്ല. അവരെ ആ ഉപദ്രവത്തിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം ഈ നിലയിൽ അവരെ മുദ്ര ചെയ്യുന്നത്. മഹോദ്രവത്തിൽ അവർക്ക് യാതൊരു ക്ലേശവും പാടില്ല. അപ്പോൾ നമുക്കറിയാം, ബൈബിളിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വിവിധ നിലകളിലുള്ള മുദ്രയെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ പിന്നെ പറയുന്നത് ദൈവത്തിൻ്റെ മുദ്രയെന്നാണ്, അല്ലേ? നെറ്റിയിൽ ദൈവത്തിൻ്റെ മുദ്ര. അപ്പം ദൈവത്തിൻ്റെ മുദ്ര ഇല്ലാത്തവർക്ക് ഉപദ്രവമുണ്ടാവും, എന്നാൽ മുദ്രയുള്ളവർക്ക് ഉപദ്രവം ഉണ്ടായില്ല. ശ്രദ്ധിക്കണം, അത് ദൈവത്തിൻ്റെ മുദ്രയാണെന്ന് നമ്മൾ അതിൻ്റെ 7-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. 7:2 മറ്റൊരു ദൂതൻ ജീവനുള്ള ദൈവത്തിൻ്റെ മുദ്രയുമായി. ജീവനുള്ള ദൈവത്തിൻ്റെ മുദ്ര. അപ്പോൾ അവർക്ക് ഇടുന്ന ഈ മുദ്ര ജീവനുള്ള ദൈവത്തിൻ്റെ മുദ്ര എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് എന്തിനു വേണ്ടിയാണെന്ന് മനസ്സിലായല്ലോ. അത് മഹോദ്രവത്തിൽ കള്ളക്രിസ്തുക്കളോ പിന്നെ ക്രിസ്തു വിരോധി, ആൻറ്റി ക്രൈസ്റ്റ്, കള്ളപ്രവാചകന്മാർ, ഇങ്ങനെ ഇവരിലൂടെയൊക്കെ ഉള്ള നാശങ്ങളിൽ നിന്നും അവരെ കാക്കുവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ അവിടെ വേറൊരു മുദ്രയെക്കുറിച്ച് കാണുന്നുണ്ട്. എന്താ അറിയോ? ക്രിസ്തു വിരോധിയുടെ മുദ്ര. ഈ വിരോധിയുടെ മുദ്ര ഏറ്റില്ലെങ്കിൽ ആ സമയത്ത് വിൽക്കുവാനോ വാങ്ങുവാനോ കഴിയാതാവും. അത് നമ്മൾ വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 16 to 18. അപ്പോൾ അതിൻ്റെ 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, അത് ചെറിയവരും വലിയവരും സമ്പന്നന്മാരും ദരിദ്രന്മാരും സ്വതന്ത്രന്മാരും ദാസന്മാരുമായ എല്ലാവർക്കും വലങ്കൈ മേലോ നെറ്റിയിലോ മുദ്ര കിട്ടുമാറ് മൃഗത്തിൻ്റെ പേരോ പേരിൻ്റെ സംഖ്യയോ ആയ മുദ്രയുള്ളവനല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുവാൻ വഹിയായി ആക്കുന്നു. ഇവിടെ ജ്ഞാനം കൊണ്ട് ആവശ്യം. ബുദ്ധിയുള്ളവൻ മൃഗത്തിൻ്റെ സംഖ്യ ഗണിക്കട്ടെ. അത് ഒരു മനുഷ്യൻ്റെ സംഖ്യ എത്രേ? അതിൻ്റെ സംഖ്യ 666. അപ്പോൾ ഇവിടെ ഈ 666 എന്നുള്ള മുദ്രയേൽക്കാത്ത ആർക്കും വാങ്ങാനോ കൊടുക്കാനോ കഴിയില്ല. ഇത് മഹോദ്രവകാലത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഈ പറയുന്നത്. അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ ഇന്ന് തന്നെ നമ്മൾ ലോകത്തിൽ കാണുന്നു. ഇന്നും ചില രാജ്യങ്ങളിലൊക്കെ
ഇങ്ങനെയുള്ള ചില മുദ്രകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. അത് ഇതൊക്കെ തുടങ്ങാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു മുന്നറിയിപ്പ് തന്നെയാണ്. എന്നാൽ ദൈവത്തിൻ്റെ ജനമായ നമുക്ക് ഇന്നൊരു മുദ്രയുണ്ട്. അത് പരിശുദ്ധാത്മ മുദ്രയാണ്. നമ്മൾ എഫേസ്യ ലേഖനം 1-ാം അധ്യായം 13-14 വാക്യത്തിലും 2 കൊരിന്ത്യർ 1-ാം അധ്യായം 22-ാം വാക്യത്തിലും നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മളെ മുദ്രയിട്ടിരിക്കുന്നു. അപ്പോൾ നോക്കണം, അപ്പോൾ നമ്മളെ ദൈവത്തിൻ്റെ ആത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നതുകൊണ്ട് ശത്രുവായ പിശാചിന് നമ്മുടെ മേൽ യാതൊരു അധികാരവുമില്ല. അവന് നമ്മളെ തൊടാൻ കഴിയില്ല. എന്നാൽ മറ്റു പല രീതിയിൽ അവൻ വഞ്ചിക്കുന്നു എന്നുള്ളത് വേറൊരു യാഥാർത്ഥ്യം. എങ്കിൽ ഇത്രയും മനസ്സിലാക്കുക. അപ്പോൾ മഹോദരവ കാലത്ത് ഇസ്രയേലിലെ 12 ഗോത്രങ്ങളിൽ നിന്നുള്ള 12,000 പേര് വെച്ച് 1,44,000 പേര് അവരെ മുദ്രയ്ക്കുന്നു. എന്നാൽ ഇവിടുത്തെ ഒരു പ്രത്യേക വിഷയം, അവിടെ 2 ഗോത്രങ്ങളുടെ പേരില്ല. നിങ്ങളതൊന്ന് ശ്രദ്ധിക്കണം. ഏതാണെന്നറിയോ? ദാൻ്റെയും എഫ്രൈമിൻ്റെയും. ദാൻ ഗോത്രക്കാരുടെയും എഫ്രൈം ഗോത്രക്കാരുടെയും പേരില്ല. അതെന്തുകൊണ്ടില്ല? തിരുവചനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ദൈവത്തിൻ്റെ വചനത്തെ നമ്മൾ ലംഘിച്ച് മുന്നോട്ട് പോയാൽ അത് വളരെ ഭയങ്കരമായ എന്ന് പറഞ്ഞാൽ അത് വളരെ ശിക്ഷയ്ക്ക് കാരണമായി തീരും. നമ്മൾ നോക്കണം. അപ്പോൾ ഇന്ന് നമ്മൾ ദൈവത്തിൻ്റെ മുദ്ര ഏറ്റിട്ടുണ്ട്. അവരുടെ അടയാളം എന്താ അറിയോ? അവർക്കൊരു അടയാളമുണ്ട്. എന്താ അറിയോ? നമ്മൾ 2 തിമോത്തി 2:19, 2 തിമോത്തിയോസ് ചാപ്റ്റർ 2:19, എല്ലാ അനീതിയും വിട്ടകന്നു കൊള്ളട്ടെ. അപ്പോൾ ഈ മുദ്രയേറ്റവർ എന്ത് ചെയ്യും? എല്ലാ അനീതിയും വിട്ടകലും. അവർ അനീതിയിൽ രസിക്കുകയില്ല. എല്ലാ അനീതിയും വിട്ട് അകലും. ഏതൊരു കാലഘട്ടത്തിലും ദൈവത്തിന് തൻ്റെ ജനത്തോടുള്ള ബന്ധത്തിൽ അങ്ങനെ ഒരു ഇടപെടലുണ്ട്. ഇസ്രായേൽ ജനങ്ങളുടെ പാപം പെരുകിയപ്പോൾ അവരുടെ പാപപ്രവൃത്തി കണ്ട് സഹിക്കാനാകാതെ കണ്ണീരൊഴുക്കുന്ന ഒരു കൂട്ടം ജനമുണ്ടായിരുന്നു. അവരുടെ മേൽ മുദ്രയിടാനായിട്ട് യെഹെസ്കേൽ പ്രവചനം 9-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 7 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ 4-ഉം 6-ഉം വാക്യം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഞാൻ എല്ലാ വാക്യം വായിപ്പിക്കുന്നില്ല. അവരുടെ മേൽ മുദ്രയിടുവാൻ, അവരുടെ നെറ്റിമേൽ മുദ്രയിടുവാൻ കർത്താവ് കൽപ്പിക്കുന്നു. അവർക്ക് നശിച്ചു പോകുന്ന ആത്മാക്കളെക്കുറിച്ച്, ജനത്തിൻ്റെ പാപ സ്വഭാവങ്ങളെക്കുറിച്ചുള്ള കണ്ടും കേട്ടുമുള്ള വേദനയാൽ കരയുന്ന ഒരു ജനം, അവരുടെ മേൽ ദൈവം മുദ്രയിടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമുക്കറിയാം, ദൈവസന്നിധി വിട്ടു പോയ കായിൻ പറയുന്നൊരു കാര്യം, അവിടെ കായിന് ഒരു മുദ്രയിടുന്നുണ്ട്. കായിൻ പറയുന്നൊരു കാര്യമുണ്ട്. നമ്മൾ ഉൽപ്പത്തി 4-ാം അധ്യായം അതിൻ്റെ 13-ഉം 14-ഉം വാക്യം അവിടെ വായിക്കുന്നത്, ജെനിസിസ് ചാപ്റ്റർ 4 വേഴ്സ് 13 and 14. കായിൻ യഹോവയോട്, എൻ്റെ കുറ്റം പൊറുപ്പാൻ കഴിയുന്നതിനേക്കാൾ ഉപരിതാകുന്നു. ഇതാ നീ ഇന്ന് എന്നെ ആട്ടിക്കളയുന്നു. ഞാൻ തിരുസന്നിധി വിട്ട് ഒളിച്ച് ഭൂമിയിൽ ഉഴലുന്നവനാകും. ആരെങ്കിലും എന്നെ കണ്ടാൽ എന്നെ കൊല്ലും എന്ന് പറഞ്ഞു. യഹോവ അവനോട്, അതുകൊണ്ട് ആരെങ്കിലും കായിനെ കൊന്നാൽ അവന് 7 ഇരട്ടി പകരം കിട്ടും എന്ന് അരുളി ചെയ്തു. കായിനെ കാണുന്നവർ ആരും കൊല്ലാതിരിക്കേണ്ടതിന് യഹോവ അവന് ഒരു അടയാളം വെച്ചു എന്ന് പറഞ്ഞാൽ ഒരു മുദ്ര ചെയ്തു. നോക്കുക, കായിന് മേലൊരു മുദ്ര. എന്തിനാണ്? കായിനെ ആരും കൊല്ലാൻ പാടില്ല. അപ്പോൾ ഇവിടെ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞാൽ, മഹോദ്രവത്തിൽ പോലും ഒരു കൂട്ടം ജനങ്ങൾ ഈ ക്രിസ്തു വിരോധിയുടെ മുദ്ര ഏൽക്കുകയില്ല. അവർക്കും 1-ാം പുനരുത്ഥാനത്തിൽ എന്ന് പറഞ്ഞാൽ വിശുദ്ധന്മാരെടുക്കപ്പെടുന്ന രഹസ്യ എടുക്കപ്പെടലല്ല, 1000 ആണ്ട് വാഴ്ചയ്ക്ക് വേണ്ടി കർത്താവ് വരുമ്പോൾ, കർത്താവ് അന്ന് മരിച്ചിട്ടുള്ള വിശുദ്ധന്മാരെ, മഹോദ്രവ കാലത്ത് മരിച്ച വിശുദ്ധന്മാരെ എഴുന്നേൽപ്പിക്കും. അന്ന് അവർ എഴുന്നേൽക്കും. അപ്പോൾ അവരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം, റെവലേഷൻ ചാപ്റ്റർ 20 വേഴ്സ് 4. ഞാൻ ന്യായസ്ഥലങ്ങളെ കണ്ടു, അവയിൽ ഇരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു. യേശുവിൻ്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം തലഛേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിൻ്റെ പ്രതിമയോ നമസ്കരിക്കാതിരിക്കുന്നവരും നെറ്റിയിലും കൈമേലും അതിൻ്റെ മുദ്ര കൈക്കൊള്ളാതിരുന്നവരുമായവരുടെ ആത്മാക്കളെ ഞാൻ കണ്ടു.
അവർ ജീവിച്ച് 1000 ആണ്ട് ക്രിസ്തുവിനോട് കൂടെ വാണു. നോക്കുക, ക്രിസ്തു വിരോധിയുടെ ആൻറ്റി ക്രൈസ്റ്റിൻ്റെ മുദ്രയേൽക്കാതെ അവർ ജീവൻ വെച്ച് കൊടുത്തു. അവരും 1000 ആണ്ട് വാഴ്ചയ്ക്ക് വേണ്ടി അവരെ എഴുന്നേൽപ്പിക്കും. അവരും കർത്താവിനോട് വാഴുമെന്ന്. ഇതെല്ലാം ഒന്നാം പുനരുത്ഥാനത്തിൽ വരുന്ന ഓരോ കൂട്ടങ്ങളാണ്. ദൈവത്തിന് മഹത്വം. അപ്പോൾ നമ്മളിവിടെ ചിന്തിക്കേണ്ടത്, എന്നാൽ ഈ മൃഗത്തിൻ്റെ മുദ്രയേൽക്കുന്നവരുടെ അവസ്ഥ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എത്ര ഭയാനകമെന്നറിയാം. നമ്മൾ അതുകൊണ്ട് തന്നെ ഈ രക്ഷിക്കപ്പെടാത്തവരോട് നമ്മൾ വളരെ ശക്തമായിട്ട് ഈ കാര്യം പറയണം. നമ്മൾ വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം 9 മുതൽ 11 വരെ വായിക്കുമ്പോൾ, റെവലേഷൻ ചാപ്റ്റർ 14 വേഴ്സ് 9 to 11, മൂന്നാമത് വേറൊരു ദൂതൻ അവരുടെ പിന്നാലെ വന്നു അത്യുച്ചത്തിൽ പറഞ്ഞത്, മൃഗത്തെയും അതിൻ്റെ പ്രതിമയെയും നമസ്കരിച്ച് നെറ്റിയിലോ കൈമേലോ മുദ്ര ഏൽക്കുന്നവൻ ദൈവകോപത്തിൻ്റെ പാത്രത്തിൽ കലർപ്പില്ലാത്ത പകർന്നിരിക്കുന്ന ദൈവക്രോധമദ്യം കുടിക്കേണ്ടി വരും. വിശുദ്ധന്മാർക്കും കുഞ്ഞാടിനും മുൻപാകെ അഗ്നിഗന്ധകങ്ങളിൽ ദണ്ഡനം അനുഭവിക്കും. അവരുടെ ദണ്ഡനത്തിൻ്റെ പുക എന്നേക്കും പൊങ്ങും. മൃഗത്തെയും അതിൻ്റെ പ്രതിമയെയും നമസ്കരിക്കുന്നവർക്ക് അതിൻ്റെ പേരിൻ്റെ മുദ്ര ഏൽക്കുന്ന ഏവനും രാവും പകലും ഒരു സ്വസ്ഥതയും ഉണ്ടാകുകയില്ല. നിത്യതയോളം അവർക്ക് നിത്യപീഡനം അനുഭവിക്കേണ്ടി വരുമെന്ന്. ദൈവമക്കളെ നമ്മൾ ശ്രദ്ധിക്കണം. ഇവയെല്ലാം നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ദൈവവചനത്തോട് മറുതലിക്കുന്നവർ, അവർക്ക് വരാൻ പോകുന്ന ശിക്ഷാവിധിയെക്കുറിച്ചാണ്. ഇവിടെ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്, ഈ 12 ഗോത്രങ്ങളിൽ ദാന്റെയും എബ്രഹീമിൻ്റെയും പേര് വിട്ടുകളഞ്ഞു. അതിനെന്താണ് കാരണം? ചില പരാജയങ്ങൾ നിത്യതയെ ബാധിക്കും എന്നത് കാര്യം മറക്കരുത്. ജീവിതത്തിൽ ചില പരാജയങ്ങൾ നിത്യതയെ ബാധിക്കും. യോശുവയുടെ പുസ്തകം 19-ാം അധ്യായം, യോശുവ ചാപ്റ്റർ 19, അതിൻ്റെ 40 മുതൽ 47 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ നമുക്കറിയാം, ഇസ്രായേൽ ജനങ്ങൾക്ക് ഭൂവിഭാഗങ്ങൾ വിഭാഗിച്ചു കൊടുക്കുമ്പോൾ ദാന് അവർക്കൊരു വിഭാഗം കൊടുത്തു. അതിനെക്കുറിച്ചാണ് 40-47 വരെ. എന്നാൽ അതിൻ്റെ 47-ാം വാക്യം ദേശം അവർക്ക് പോയിപ്പോയെന്നാണ്. എന്ന് പറഞ്ഞാൽ ആ ദേശം അവർക്ക് നഷ്ടപ്പെട്ടു. നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തെന്നറിയാമോ? അതിൻ്റെ 40-ൻ്റെ അവസാനം നമ്മൾ വായിക്കുന്നത്, ദേശം അവർക്ക് പോയി അവരെന്ത് ചെയ്തു? ലേശേമിന് തങ്ങളുടെ അപ്പം അവർ ലേശയം വാളിൻ്റെ വായ്ത്തലയാൽ പിടിച്ചു. ദേക്കിയെ, ലേശേമിനോട് യുദ്ധം ചെയ്ത് അതിനെ പിടിച്ച് വാളിൻ്റെ വായ്ത്തലയാൽ സംഹരിച്ചു. ലേശയമെന്ന് പറയുന്നൊരു സ്ഥലത്ത് അവർ പോയി പാർക്കുവാനായിട്ട് ഇടയായി തീർന്നു. നോക്കുക, അവർ ദൈവം കൊടുത്ത ആ ഭാഗം അവർക്ക് നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ അവർ നഷ്ടപ്പെടുത്തി. എന്നിട്ട് അവർ ലേശമിനെ അവർ കൈവശമാക്കി. ഒരു കാര്യം പറഞ്ഞാൽ കൊടുത്തതിനെ അവരെന്ത് ചെയ്തു? അവർ നഷ്ടപ്പെടുത്തിയിട്ട് അനധികൃതമായിട്ട് ഒരു പ്രദേശം അവർ കൈക്കലാക്കി. അതിന് ചില കാരണമുണ്ട്. അത് തുറമുഖ ഭാഗങ്ങളാണ്. അതിനെക്കുറിച്ച് നമ്മൾ വായിച്ചാൽ ജഡ്ജസിലേക്ക് വരുമ്പോൾ, ന്യായാധിപന്മാരുടെ പുസ്തകം അതിൻ്റെ 5-ാം അധ്യായം, ചാപ്റ്റർ 5, ന്യായം ചാപ്റ്റർ 5, 5-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം, 17-ാം വാക്യത്തിൻ്റെ മധ്യത്തിൽ, ദാൻ കപ്പലുകൾക്കരികെ താമസിക്കുന്നത് എന്ത്? ഇവിടെ ചോദ്യമാണ്. ദാൻ കപ്പൽ എന്ന് പറഞ്ഞാൽ ഇവരുടെ താമസം ഇപ്പം തുറമുഖത്താണ്. ഈ തുറമുഖ ജീവിതം എന്തുകൊണ്ട് അവർ ആഗ്രഹിച്ചെന്ന് ചോദിച്ചാൽ, അവരിപ്പോൾ അവിടെ പാർത്തുകൊണ്ട് അവർ വളരെ ധനികന്മാരായി തീർന്നു. അവർ വളരെ ധനികന്മാരായി തീർന്നു. അപ്പം ഇവർ മറ്റു ഗോത്രങ്ങളോട് ചേർന്ന് യുദ്ധക്കളത്തിൽ നിൽക്കേണ്ടവരാ. എന്നാൽ യുദ്ധക്കളത്തിൽ നിൽക്കേണ്ട ദാനിപ്പോൾ എവിടെയാണ്? തുറമുഖത്ത് സുഖവാസ കേന്ദ്രങ്ങളിൽ അവർ സുഖവാസം ചെയ്യുക. നോക്കുക,
അപ്പോൾ അവർക്ക് അവരുടെ ലക്ഷ്യം അവർ മറന്നു. അപ്പോൾ ഈ ലോകത്തിൻ്റെ സുഖലോലുപതയിലേക്ക് അവർ മയങ്ങി. നമുക്കറിയാം, ധനം എപ്പോഴും മനുഷ്യനെ വഞ്ചിക്കും. ധനം വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് കൂട്ടായ്മ വേണ്ട, ആരാധന വേണ്ട, അവർ ദൈവത്തെ മറക്കും. അവർ എങ്ങനെയെങ്കിലും സുഖമായിട്ട് ഈ ലോകത്തിൽ ജീവിക്കണമെന്നൊരു ചിന്താഗതിയിലേക്ക് മാറും. ഇന്നങ്ങനെ എത്രയോ പേർ, വിശുദ്ധന്മാർ എന്ന് പറയപ്പെടുന്നവരിൽ പോലും പലരും ഇങ്ങനെയുള്ള സുഖവാസ കേന്ദ്രങ്ങൾ തേടി സുഖകരമായ ജീവിതം ലഭിച്ചാൽ അവർ ദൈവത്തെ മറക്കും, കൂട്ടായ്മയെ മറക്കും, ആരാധന വേണ്ട, കൂട്ടുവിശ്വാസികൾ വേണ്ട, അവരുമായിട്ടുള്ള സഹവാസമില്ല, വചനപഠനമില്ല, പ്രാർത്ഥനയില്ല, ഒരു വിശുദ്ധ ജീവിതമില്ല. ഇങ്ങനെയൊരു വല്ലാത്ത അവസ്ഥയിലേക്ക് പോകും. ദാന് സംഭവിക്കാതെ നമുക്കറിയാമല്ലോ, നമ്മളൊരു കാര്യം, നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ മറന്ന് ജീവിക്കുവാനായിട്ട് ഈ ലോകത്തിൻ്റെ ധനം നമ്മളെ വഞ്ചിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു അവസ്ഥയിലേക്ക് ദാൻ മാറിപ്പോയി. നമുക്കറിയാം, പിന്നെ ദാവീദ്, യുദ്ധക്കളത്തിലായിരിക്കേണ്ട ദാവീദ് 2 ശമൂവേൽ അതിൻ്റെ 11-ാം അധ്യായം 1 മുതൽ 4 വരെ വായിക്കുമ്പോൾ, 2 ശമൂവേൽ ചാപ്റ്റർ 2 വേഴ്സ് 11 to 11, ചാപ്റ്റർ 2 ചാപ്റ്റർ 11 1 to 4. അപ്പോൾ അവിടെ വായിക്കുന്നത്, പിന്നെ ദാവീദ്, എല്ലാവരും യുദ്ധത്തിന് പോയപ്പോൾ ദാവീദ് കൊട്ടാരത്തിൽ താമസിച്ചു. വൈകുന്നേരം പുള്ളിക്കാരൻ കിടക്കയിൽ നിന്ന് എഴുതിയിട്ട് വന്നു. അപ്പോൾ പകലൊക്കെ കിടന്ന് ഉറങ്ങുക, എന്നിട്ട് ഉലാവുകയാണ്. അപ്പോൾ ഒരു സ്ത്രീ കുളിക്കുന്നത് കണ്ടു. എന്നിട്ട് നമ്മൾ കാണുന്നത്, അവളോട് കൂടെ അവൻ ശയിക്കുന്നു, വ്യഭിചരിക്കുന്നു, പാപം ചെയ്യുന്നു. നോക്കുക, നമ്മളെ ദൈവം ആക്കി വെച്ചിരിക്കുന്ന ഇടത്ത് നമ്മൾ കാണപ്പെടുന്നില്ല എങ്കിൽ അവിടെ നിശ്ചയമായും പാപത്തിനിടയുണ്ട്. നോക്കുക, ഇപ്പോൾ ദാവീദിന് പറ്റിയ വീഴ്ച ഇതുപോലെ തന്നെയാണ് ദാൻ്റെ കാര്യം. ദേമാസിനെ കുറിച്ച് അറിയാം. നല്ലപോലെ ഓടിക്കൊണ്ടിരുന്ന ദേമാസ് ഈ ലോകത്തിൻ്റെ മോഹങ്ങളിൽപ്പെട്ട് 2 തിമോത്തി 4:10 നിങ്ങൾക്കറിയാം, പൗലോസിനെ വിട്ടുപോയി. പ്രിയമുള്ളവരെ, ഈ ലോകത്തിൻ്റെ ആ മായാമോഹങ്ങളിലേക്ക് ശത്രു പലരുടെയും കണ്ണുകൾ കൊടുക്കും. അവർ ആ സത്യം വിട്ടുപോകാനായിട്ട് ഇടയായി തരും. നോക്കുക, ഇവിടെ ദാന് സംഭവിച്ചെന്നറിയോ? ദാന് സുഖകരമായ ജീവിതമൊക്കെ വന്നപ്പോൾ ഒരു ദൈവം വേണമല്ലോ, അവന് ഒരു വിഗ്രഹാലയത്തിലേക്ക് തിരിയാനിടയായി തീർന്നു. അതിന് കാരണം ആക്കിയത് യൊരോബെയാമാണ്. നമുക്കറിയാം, ശലോമോന് ശേഷം ഇസ്രായേൽ രാഷ്ട്രം 2 ഭാഗമായി മാറി. ഒന്ന് ഇസ്രായേൽ എന്നും ഒന്ന് യഹൂദിയായെന്നും. അപ്പോൾ ഇവിടെ ഈ ദാൻ ഗോത്രം പാർക്കുന്നത് ഇസ്രായേൽ ഗോത്രങ്ങളിൽപ്പെട്ട സ്ഥലത്താണ്. അവിടെ ഈ യൊരോബെയാം എന്ത് ചെയ്തെന്നറിയാമോ? നമ്മൾ 1 രാജാവ് 12-ാം അധ്യായം, 1 King chapter 12, ആ 12-ാം അധ്യായത്തിൻ്റെ 26 മുതൽ വായിക്കണം. ഞാൻ അതിൻ്റെ 29, 30 മാത്രം വായിക്കാം. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: ആ കാലത്ത് ഒരിക്കൽ യൊരോബെയാം യെരൂശലേമിൽ നിന്നും വരുമ്പോൾ ശീലോന്യനായ അഹിയാ പ്രവാചകൻ വഴിയിൽ വെച്ച് അവനെ കണ്ട്, ലോർഡ് ജീസസ്, സോറി, ഞാൻ വായിച്ചത് 12-ാം അധ്യായത്തിൻ്റെ 29-30. അതിൻ്റെ ആക്ച്വലി വായിക്കേണ്ടത് 26 മുതലാണ്. എന്നാൽ യൊരോബെയാം തൻ്റെ മനസ്സിൽ, രാജ്യത്വം വീണ്ടും ദാവീദ് ഗൃഹത്തിന് ആയിപ്പോകും. ഈ ജനം യെരൂശലേമിൽ യഹോവയുടെ ആലയത്തിൽ യാഗം കഴിപ്പാൻ ചെന്നാൽ ഈ ജനത്തിൻ്റെ ഹൃദയം യഹൂദ രാജാവായ രെഹബെയാം എന്ന തങ്ങളുടെ യജമാനങ്കിലേക്ക് തിരികെയും അവർ എന്നെ കൊന്ന് യഹൂദ രാജാവായ രെഹബെയാമിൻ്റെ പക്ഷം ചേരുകയും ചെയ്യും എന്ന് പറഞ്ഞു. ആകയാൽ രാജാവ് ആലോചിച്ച് പൊന്നുകൊണ്ട് 2 കാളക്കുട്ടിയെ ഉണ്ടാക്കി, നിങ്ങൾ യെരൂശലേമിൽ പോയത് മതി. ഇസ്രായേലേ, ഇതാ നിന്നെ മിസ്രയീം ദേശത്തു നിന്നും കൊണ്ടുവന്ന നിന്റെ ദൈവം എന്ന് അവരോട് പറഞ്ഞു. അവൻ ഒന്നിനെ ബേഥേലിലും മറ്റേതിനെ ദാനിലും പ്രതിഷ്ഠിച്ചു. ഈ കാര്യം പാപഹേതുവായി തീർന്നു. ജനം ഒന്നിൻ്റെ മുമ്പിൽ നമസ്കരിപ്പാൻ ദാൻ വരെ ചെന്നു. കണ്ടോ അതിൻ്റെ സാരം? ഇതൊക്കെ നമ്മൾ
ഒന്ന് പഠിക്കുമ്പോൾ എങ്ങനെയൊക്കെയാണ് ജനത്തെ വഞ്ചിക്കുവാൻ നേതാക്കന്മാർ കരുക്കളൊരുക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നോക്കുക. അപ്പോൾ ഇവിടെ മനഃപൂർവമായ രാജാവ് ജനത്തെ വഞ്ചിച്ചു. സത്യദീപത്തിൽ നിന്നും സത്യ ഉപദേശത്തിൽ നിന്നും സത്യവചനത്തിൽ നിന്നും അകറ്റാൻ ശത്രു ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. തിരുവചനം വളരെ വ്യക്തമായും പറയുന്നൊരു കാര്യമുണ്ട്. വിഗ്രഹാരാധികളെ ദൈവം അവരുടെ നാമം മായിച്ചു കളയും. നമ്മൾ ആവർത്തന പുസ്തകം 29-ാം അധ്യായം അതിൻ്റെ 17 മുതൽ 20 വരെ വായിക്കണം. ഞാനതിൻ്റെ 19-20 വാക്യം ഞാൻ വായിക്കാം. ആവർത്തനം വ്യവസ്ഥ വിരൺ 29 उसका 19-20 അവനോട് ക്ഷമിപ്പാൻ യഹോവയ്ക്ക് മനസ്സ് വരാതെ യഹോവയുടെ കോപവും തീഷ്ണതയും ആ മനുഷ്യൻ്റെ നേരെ ജ്വലിക്കും. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ശാപമൊക്കെയും അവൻ്റെ മേൽ വരും. യഹോവ ആകാശത്തിനും കീഴിൽ നിന്നും അവൻ്റെ നാമം മായിച്ചു കളയും. നോക്കുക, തിരുവചനം പറയുകയാണ് വിഗ്രഹാരാധികളുടെ നാമം മായിച്ചു കളയും. ഇവിടെ എന്താ സംഭവിച്ചേ? ദാൻ്റെ പേര് കട്ട് ചെയ്തു. നോക്കുക, ദാൻ ചെയ്ത അപരാധം വിഗ്രഹാരാധന. നമുക്ക് ന്യായാധിപന്മാരുടെ പുസ്തകം 18-ാം അധ്യായം ന്യായോ ചാപ്റ്റർ 18 വളരെ ഡേഞ്ചറായിരിക്കുന്ന സംഭവങ്ങളാണ്. അതിൻ്റെ 18:30-31 ദാന്യർ കൊത്തുപണിയായ ആ വിഗ്രഹം പ്രതിഷ്ഠിച്ചു. മോശയുടെ മകനായ ഗേർശോമിൻ്റെ മകൻ യോനാദാനും അവൻ്റെ പുത്രന്മാരും ആ ദേശത്തിൻ്റെ പ്രവാസകാലം വരെ ദാൻ ഗോത്രക്കാർക്ക് പുരോഹിതന്മാരായിരുന്നു. ദൈവത്തിൻ്റെ ആലയം ശീലോവിലായിരുന്ന കാലത്തൊക്കെയും മിഖാവ് തീർപ്പിച്ച വിഗ്രഹം അവർ വെച്ച് പൂജിച്ചു പോന്നു. കണ്ടോ? അപ്പോൾ ഇവിടെ ദാൻ ചെയ്ത വലിയ കാര്യം, അവൻ വിഗ്രഹാരാധിയായിട്ട് മാറി. നോക്കുക, ഈ ദാനെക്കുറിച്ച് യാക്കോബ് പറയുമ്പോൾ യാക്കോബ് 12 ഗോത്രങ്ങളെയും അനുഗ്രഹിക്കുന്നുണ്ടല്ലോ. ആ സമയത്ത് യാക്കോബ് പറയുന്നൊരു വാക്യമുണ്ട്, വളരെ ഒരു ഡേഞ്ചർ വാക്യമാണ്. ഉൽപ്പത്തി 49 അതിൻ്റെ 17 ഉൽപ്പത്തി 49-ന്റെ 17-ാം വാക്യം. ദാൻ വഴിയിൽ ഒരു പാമ്പും പാതയിൽ ഒരു സർപ്പവുമാകുന്നു. അവൻ കുതിരയുടെ കുതികാൽ കടിക്കും. പുറത്ത് കയറിയവൻ മലർന്നു വീഴും. ഉണ്ടോ? പുറത്ത് കയറിയവൻ മലർന്നു വീഴും. നമ്മൾ നോക്കുക, ഈ മലർന്നു വീഴ്ച ഇന്നത്തെ കാലത്ത് നമുക്ക് കാണാം അല്ലേ? ഇന്ന് കുതിരപ്പുറത്തൊന്നും കയറണ്ട, ആൾക്കാരെ കൈവീശി അങ്ങ് വീഴിക്കുക. എത്ര വഞ്ചനയാണെന്നറിയാമോ പ്രിയമുള്ളവരെ? അത് പിശാചിൻ്റെ കടി കേൾക്കുന്നവരായി മലർന്നു വീഴുന്നത്. നമുക്കറിയാം, ഏലിയെക്കുറിച്ച് വായിക്കുന്നത് 1 ശമൂവേൽ 4:18, 1 ശമൂവേൽ ചാപ്റ്റർ 4:18. ഏലി ദുർവർത്തമാനം കേട്ടപ്പോൾ, പരാജയത്തെക്കുറിച്ച് കേട്ടപ്പോൾ, പെട്ടകം പിടിക്കപ്പെടുന്നത് കേട്ടപ്പോൾ താൻ ഇരുന്ന ആ ഇരിപ്പിടത്തിൽ നിന്നും പുറകോട്ട് വീണ് കഴുത്തൊടിഞ്ഞ് മരിച്ചെന്നാണ്. പുറകോട്ട് വീഴുക അത് ദൈവത്തിൻ്റെ ഒരു ശിക്ഷാവിധിയാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിൽ ദൈവവചനം പറയുന്ന ഒരു കാര്യമുണ്ട് പ്രിയമുള്ളവരെ. ഇന്ന് നമ്മൾ കാണുന്ന അനേക ആത്മീയ ശുശ്രൂഷകൾ, അവിടെയെല്ലാം നമ്മൾ കാണുന്നത് എന്താണ്? പുറകോട്ട് മനുഷ്യൻ വീഴുക. ബെൻഹിനെ പോലെയുള്ള വലിയ ലോകപ്രസിദ്ധരായിരിക്കുന്ന അനേക ശുശ്രൂഷകന്മാർ ചെയ്യുന്ന ശുശ്രൂഷകളിൽ മറ്റനേക നമ്മുടെ നാട്ടുകാരുണ്ടല്ലോ, അവരുടെയൊക്കെ പേരെടുക്കുന്നില്ല. അവർ ചെയ്യുന്ന ഈ ശുശ്രൂഷ തികച്ചും പൈശാചികമാണ്, ആത്മാവിനാലുള്ള പ്രവൃത്തിയല്ല. പുറകോട്ട് വീഴുന്നവരെല്ലാം പിശാചിൻ്റെ കടി ഏൽക്കുന്നവരാണ്, അവൻ്റെ തന്ത്രങ്ങളില്ല. അപ്പോൾ പുറകോട്ട് കെണിയിൽപ്പെടുന്നു എന്നാണ് ഏശയ്യാവ് 28:13 വായിക്കുന്നത്. ഏശയ്യ 28:13 നമ്മൾ ശ്രദ്ധിക്കണം.
അപ്പോൾ ദൈവത്തിൻ്റെ ദർശനം കാണുന്നവർ മുമ്പോട്ട് കവിന്ന് വീഴുന്ന, നമ്മൾ യോഹന്നാൻ്റെയൊക്കെ അനുഭവം, വെളിപ്പാട് പുസ്തകം അതിൻ്റെ 7-ാം അധ്യായം 11-ാം വാക്യം, 11-ാം അധ്യായം 16-ാം വാക്യം, ഇവിടെയെല്ലാം കർത്താവിൻ്റെ ആ ദർശനം കാണുമ്പോൾ മുമ്പോട്ട് കവിന്ന് വീഴുന്ന, നോക്കുക, യെഹെസ്കേൽ പ്രവചനത്തിൽ താൻ ദൈവത്തിൻ്റെ ദർശനം കാണുമ്പോൾ യെഹെസ്കേൽ 3:23, 43:3, 44:4, യെഹെസ്കേൽ 1:28, ഇവിടെയെല്ലാം നമ്മൾ വായിക്കുന്നത് അവിടെ കമിന്ന് വീഴുന്ന. എന്നാൽ ഇന്ന് കാണുന്നതെല്ലാം മലന്ന് വീഴുകയാണ്. അതെന്നാറിയോ? പിശാചിൻ്റെ തട്ടിപ്പാക്കിയുള്ളത്. ചിന്തിക്കുക, ഇങ്ങനെയുള്ള വഞ്ചനയിൽ നിന്നെല്ലാം ചിലർ അതിനൊക്കെ എന്നിട്ട് പ്രശംസിക്കുന്നത് കാണാം. എത്രയോ വഞ്ചനാത്മകമായിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ ദാൻ ഒരു സർപ്പമെന്നാണ് പറഞ്ഞത്. വഞ്ചകനായി മാറി, താനൊരു വിഗ്രഹരാധിയായി മാറി. അതുകൊണ്ട് ദൈവം അവൻ്റെ പേര് മായ്ച്ചു കളഞ്ഞു. ഒപ്പം തന്നെ എബ്രായരെ കുറിച്ച് വായിക്കുമ്പോൾ ഹോശേയ പ്രവചനം അതിൻ്റെ 4-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം, ഹോശേയ അതിൻ്റെ വളരെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഈ തിരുവചനത്തിൽ പറയുന്ന ഓരോ കാര്യങ്ങൾക്കും അതിനകത്ത് വലിയ ആഴങ്ങളുണ്ട് പ്രിയമുള്ളവരെ. നമ്മൾ ഹോശേയ പ്രവചനം അതിൻ്റെ 4-ാം അധ്യായം അതിൻ്റെ 4:17, എബ്രയും വിഗ്രഹങ്ങളുടെ കൂട്ടാളിയാകുന്നു, അവനെ വിട്ടുകളയുക. അപ്പോൾ എബ്രയും എന്ത് ചെയ്തു? താനോട് ചേർന്ന് വിഗ്രഹാരാധനയിൽ പങ്കുകൊണ്ടു. അതുകൊണ്ട് ദൈവം പറയാണ്, അവനെ വിട്ടുകളയുക, അവൻ്റെ പേരും എഴുതിയില്ല. നോക്കണം, എത്ര വലിയ തെറ്റാണ് ഈ 2 ഗോത്രങ്ങൾ ചെയ്തത്. ദൈവം ഏറ്റവും വെറുക്കുന്ന ഒരു കാര്യമാണ് വിഗ്രഹാരാധന. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ വിഗ്രഹമുണ്ടോ? അത് നമ്മൾ പരിശോധിക്കണം. ദൈവത്തേക്കാൾ അധികമായി എന്തിനെങ്കിലും നമ്മൾ സ്ഥാനം കൊടുക്കുന്നെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ വിഗ്രഹമാണ്. അതിനെ നമ്മൾ സൂക്ഷിച്ചൊഴിയണം, ഇല്ലെങ്കിൽ വഞ്ചിക്കപ്പെടാം. ഇന്നങ്ങനെ എത്രയോ വഞ്ചനാത്മകമായിരിക്കുന്ന അവസ്ഥയിലേക്ക് ജനങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗാദ് ഗോത്രവും എബ്രയീം ഗോത്രവും തള്ളപ്പെടാൻ കാരണം വിഗ്രഹാരാധനയാണ്. നോക്കുക, നമ്മൾ പരിശോധിക്കേണ്ട കാര്യമാണ്. യോഹന്നാൻ പറയുമ്പോൾ വിഗ്രഹങ്ങളെ വിട്ട് ഓടുവിൻ. പൗലോസും പറയുന്നുണ്ട്, വിഗ്രഹങ്ങളെ വിട്ട് ഓടുവിൻ. നമ്മൾ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും നമ്മുടെ കർത്താവിന് 1-ാം സ്ഥാനം ഉണ്ടായിരിക്കണം. ആദ്യമേ അവൻ്റെ രാജ്യവും നീതിയും. എന്നാൽ ഇന്ന് പലർക്കും ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കാൻ കഴിയുന്നില്ല. അവരുടെ ജീവിതത്തിലേക്ക് അനേക വിഗ്രഹങ്ങൾ കടന്നു വരികയാണ്. അങ്ങനെയുള്ളവർ ഇവിടെ കർത്താവ് പറഞ്ഞ പോലെ വിട്ടുകളയുക, അവനെ വിട്ടുകളയുക. അങ്ങനെയുള്ളവർ തള്ളപ്പെടും. നമ്മൾ ചിന്തിക്കണം, വളരെ ഗൗരവമായി ചിന്തിക്കണം. അപ്പോൾ നമുക്ക് അനേകമായിരിക്കുന്ന നമ്മുടെ അവകാശങ്ങളുണ്ട്. ഈ അവകാശങ്ങളെ നമ്മൾ നഷ്ടപ്പെടുത്തരുത്, അതിനെ നിസ്സാരമായി കാണരുത്. ദൈവമക്കളോടുള്ള ബന്ധത്തിൽ ചില അവകാശങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. കർത്താവ് സഹായിച്ചാൽ ആ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് നാളെ പറയാം. ദാൻ തൻ്റെ അവകാശത്തെ കളഞ്ഞു കുടിച്ചു. എന്നിട്ട് സുഖലോലുപതയുടെ പിന്നാലെ ഓടി. അവൻ ഒരു തുറമുഖവാസിയായി ലോക സുഖങ്ങൾക്ക് പിന്നാലെ ഓടി വിഗ്രഹാരാധിയായി മാറി. അതുകൊണ്ട് അവൻ്റെ പേർ, ആ ഗോത്രത്തിൻ്റെ പേര് തന്നെ ആ 12 ഗോത്രങ്ങളിൽ നിന്നും തള്ളപ്പെടുന്നതായിട്ട് കാണാൻ കഴിയും. എത്ര ഭയങ്കരമല്ലേ? നമ്മൾ ചിന്തിക്കണം. ഇന്ന് എൻ്റെ പേർ സ്വർഗത്തിൽ ജീവപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടോ? നമ്മൾ പരിശോധിക്കണം. യഥാർത്ഥമായും ആ സ്വർഗത്തിൽ പേരെഴുതപ്പെട്ടവരായി സ്വർഗീയ പ്രത്യാശയുള്ളവരായി ജീവിപ്പാൻ ദൈവമായ കർത്താവ് കേൾവിക്കാരായ എല്ലാവരും ഇടയാക്കട്ടെ. കർത്താവിന് മാത്രം ഉണ്ടാകട്ടെ.